മെറ്റൽസിൽ നമുക്കിനി പഠിക്കാനുള്ളത് രണ്ട് മെറ്റലുകളുടെ എക്സ്ട്രാക്ഷൻ പ്രോസസ്സാണ്. ഏതൊക്കെയാണ്? കോപ്പറും അലുമിനിയവും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? കോപ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന വിശ്വാസത്തിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? കോപ്പറിനെ പറ്റി പറയാൻ പോവുകയാണ്. അപ്പോൾ കോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെറ്റലാണ് കോപ്പർ എന്ന് പറഞ്ഞാൽ Cu. അപ്പോൾ നമ്മൾ ഏത് മെറ്റലിൻ്റെ എക്സ്ട്രാക്ഷൻ പഠിക്കുമ്പോഴും നമ്മൾ ആദ്യം അറിയേണ്ടത് ഈ പറയുന്ന മെറ്റലിൻ്റെ, ഏത് മെറ്റലും ആയിക്കോട്ടെ, അതിൻ്റെ ഓറിൻ്റെ പേരെന്താണ്, ഈ ഓറിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുന്നത്, അടുത്ത് ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന മെറ്റലിനെ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത്, 4 ഈ മെറ്റലിനെ എങ്ങനെയാണ് നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത് എന്നിങ്ങനെ 4 ഹെഡിങ്ങുകളാക്കി വെച്ച് നിങ്ങൾ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പറിലോട്ട് നമുക്ക് വരാം. അപ്പോൾ കോപ്പർ കാണപ്പെടുന്ന അല്ലെങ്കിൽ കോപ്പർ കിട്ടുന്ന ഓറുകൾ ഏതൊക്കെയാണ്? 2 എണ്ണമാണ്. കോപ്പർ പൈറൈറ്റ്സും കോപ്പർ ഗ്ലാൻസും. അപ്പോൾ കോപ്പർ പൈറൈറ്റ്സ് എന്ന് വെച്ചാൽ CuFeS2, അത് പഠിച്ചു തന്നെ വയ്ക്കുന്ന വേറെ വഴിയൊന്നുമില്ല. കോപ്പർ ഗ്ലാൻസ് എന്ന് വെച്ചാലോ Cu2S. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, കോപ്പർ എന്ന് പറയുന്ന മെറ്റൽ നമുക്ക് പ്രകൃതിയിൽ നിന്ന് ഓറിൻ്റെ ഫോമിൽ കിട്ടും. ഏതൊക്കെയാണ് കോപ്പറിന് പ്രധാനപ്പെട്ട ഓറ്? CuFeS2. ഓക്കെ, ഇതിനെയാണ് നമ്മൾ കോപ്പർ പൈറൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അയൺ പൈറൈറ്റ്സിനെയും കോപ്പർ പൈറൈറ്റ്സിനെയൊക്കെ ചേർത്തിട്ട് നമ്മൾ ഫൂൾസ് ഗോൾഡ് എന്ന് പറയാറുണ്ട്. കാണാൻ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതൊരു സ്വർണ്ണത്തെ പോലെ തോന്നിക്കും. മെയിനായിട്ട് നമ്മൾ അയൺ പൈറൈറ്റ്സിനാണ് പറയുന്നത്, എങ്കിലും ഇതിനെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഫൂൾസ് ഗോൾഡ് എന്ന് വിളിക്കും. അപ്പോൾ കോപ്പർ, അയണും സൾഫൈഡും. അടുത്ത് വരുന്നതാണ് എന്ത്? കോപ്പർ ഗ്ലാൻസ്. അതെന്താണ്? Cu2S ആണ്. അപ്പോൾ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടിടത്തും സൾഫൈഡ് ഉണ്ട്. അപ്പോൾ സൾഫൈഡ് ഉണ്ടെങ്കിൽ പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേറെ മെത്തേഡുകളെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട. എന്താണത്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ് അല്ലേ. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വഴിയാണ് നമ്മൾ ഇവർ എന്ത് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കഴുകി മിനുക്കി സുന്ദരക്കുട്ടപ്പന്മാരാക്കി നമ്മൾ മാറ്റി. അടുത്ത ജോലി എന്താ? ഇവരെ എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ഫോമിൽ നിന്ന് മാറ്റി നമുക്ക് കോപ്പർ പുറത്ത് കിട്ടണ്ടേ. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കടാ, ഈ CuFeS2 എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ Cu2S എന്ന് പറഞ്ഞാലും ഇതിനകത്ത് അയണിൻ്റെ ഓക്സൈഡുകൾ കാണും, പ്രധാനമായിട്ടും നമ്മുടെ കോപ്പർ പൈറൈറ്റ്സിനകത്ത്. ഈ അയൺ ഓക്സൈഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. അവനാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? മാറ്റാനുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇമ്പ്യൂരിറ്റി മാറ്റാൻ നമ്മൾ ഫ്ലക്സ് ആഡ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന അയൺ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ, അയൺ എന്ന് വെച്ചാൽ ഒരു മെറ്റൽ അല്ലേ. അപ്പോൾ മെറ്റലുകളുടെ ഓക്സൈഡുകളെല്ലാം തന്നെ എന്താണ്? ബേസിക് സ്വഭാവം കാണിക്കുന്ന ആൾക്കാരാണ്. അത് നമ്മൾ പഠിച്ചു വെച്ചോളണം. മെറ്റലുകളുടെ ഓക്സൈഡ് എപ്പോഴും ബേസിക് സ്വഭാവം, അതുപോലെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ മെറ്റലുകളുടെ ഓക്സൈഡ് കാണിക്കുന്നത് എന്താണ്? ആസിഡിക് സ്വഭാവമാണ്. ഇപ്പോഴത്തെ 8ാം ക്ലാസ്സുകാർക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇതിനകത്തുണ്ട് ഈ ടോപ്പിക്ക് വരുന്നുണ്ട്. നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, എന്നാലും എനിക്കത്ര ഉറപ്പില്ല. അപ്പോൾ മനസ്സിലാക്കുക, അയൺ ഓക്സൈഡ് കാണും. അപ്പോൾ അയണിൻ്റെ ഓക്സൈഡ് ബേസിക് സ്വഭാവമാണ്. അപ്പോൾ അവരെ നമുക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അത് അസിഡിക് ആയിരിക്കണം. അപ്പോൾ അസിഡിക് ആയ ഫ്ലക്സ് ആരാ ഇവിടെ ഉപയോഗിക്കുന്നത്? സിലിക്കൺ ഡയോക്സൈഡ് ആണ്, അഥവാ സാൻഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. കോപ്പർ എന്ന് പറയുന്ന മെറ്റല്, കോപ്പറിൻ്റെ ഓറിൻ്റെ പേരെന്ത്? 2 കോപ്പർ ഓറുണ്ട്. കോപ്പർ പൈറൈറ്റ്സും ഉണ്ട്, കോപ്പർ ഗ്ലാൻസും ഉണ്ട്. രണ്ടിനകത്തും സൾഫൈഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ രണ്ടിനെയും ഫ്രോത്ത് ഫ്ലോട്ടേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യും? കോൺസെൻട്രേറ്റ് ചെയ്തു. കോൺസെൻട്രേറ്റ് ചെയ്തെടുത്ത ഈ പറയുന്ന വസ്തുവിലോട്ട് നോക്കിയപ്പോൾ കണ്ടത് ഇവിടെയെല്ലാം അയൺ ഓക്സൈഡ് എന്ന് പറയുന്ന ഇമ്പ്യൂരിറ്റി ഉണ്ട്, അയണിൻ്റെ ഓക്സൈഡ് എന്ന ഇമ്പ്യൂരിറ്റി ഉണ്ട്. അയൺ ഓക്സൈഡ് ബേസിക് ആയതുകൊണ്ട് നമുക്കതിനെ എന്ത് ചെയ്യണം? മാറ്റണം അല്ലേ. അപ്പോൾ മാറ്റാനായിട്ടുള്ള വഴി എന്താണ്? നമ്മൾ ഒരു അസിഡിക് ആയിട്ടുള്ള എന്താണ് നമ്മൾ ഫ്ലക്സ് ആഡ് ചെയ്യും. അതിൻ്റെ പേരാണ് സിലിക്കൺ ഡയോക്സൈഡ്. അപ്പോൾ ഈ സിലിക്കൺ ഡയോക്സൈഡ് ഈ പറയുന്ന അയൺ ഓക്സൈഡും ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അയൺ പോവും. പിന്നെ എന്തുണ്ട്? Cu2. ഇവിടെ അയൺ പോയാൽ CuS2 അല്ലേ ഉള്ളൂ. നോക്ക്, ഇവിടെ നമുക്ക് എടുക്കാം. ഇവിടെ അയൺ ഓക്സൈഡ് പോയി, പിന്നെ ആരാ ഉള്ളത്? കോപ്പറും സൾഫറും. അപ്പോൾ Cu2S മാത്രം എന്തുണ്ടാവും? ബാക്കി ഉണ്ടാവും അല്ലേ. ഇവിടെ എന്തുണ്ടാവും? Cu2S മാത്രം ബാക്കി ഉണ്ടാവും. ഈ Cu2Sനെ നമുക്ക് മാറ്റണം, സൾഫറിനെ മാറ്റണം അല്ലേ. അപ്പോൾ സൾഫറിനെ മാറ്റണമെങ്കിൽ നമുക്കുള്ള അടുത്ത വഴി എന്താണ്? ഓക്സിജൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യണം, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പാർഷ്യലി നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? കോപ്പറസ് ഓക്സൈഡ് ആക്കി കൺവേർട്ട് ചെയ്യും. എങ്ങനെ? കൺട്രോൾഡ് ഫ്ലോ ഓഫ് എയറിൻ്റെ സപ്ലൈയിൽ നമ്മൾ ചൂടാക്കുമ്പോഴത്തേക്കും ഇതെന്തായിട്ട് മാറും? ഇത് Cu2O ആയിട്ട് മാറും. ഓക്കെ, എന്തായിട്ട് മാറും? Cu2O ആയിട്ട് മാറും. അടുത്ത് ഈ ഓക്സിജൻ റിമൂവ് ചെയ്യണം. ഓക്സിജൻ റിമൂവ് ചെയ്യാൻ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ഈ കാണുന്ന Cu2S ഇവൻ തന്നെ എന്ത് ചെയ്തോളും? ഇവൻ റെഡ്യൂസ് ചെയ്തോളും. അതായത് ഈ പറയുന്ന 2 പേരും കൂടെ കാണുമ്പോഴത്തേക്കും കോപ്പറിനെ വിട്ടിട്ട് ഓക്സിജൻ ആരുടെ കൂടെ പോകും? സൾഫറിൻ്റെ കൂടെ പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? Cu2Oയും Cu2S തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഈ പറയുന്ന സൾഫർ ഓക്സിജൻ്റെ കൂടെ പോയിട്ട് സൾഫർ ഡയോക്സൈഡ് ആയിട്ട് പോകും. പിന്നെ ബാക്കി ആരാ ഉള്ളത്? രണ്ടിടത്തെയും കോപ്പർ. അപ്പോൾ 2 അല്ലേ, കോപ്പർ എല്ലാം കൂടി ചേർത്തിട്ട് എന്ത് പറ്റും? 4ഉം 2ഉം 6 കോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ കിട്ടും. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? മെറ്റൽ കോപ്പർ കിട്ടി. അങ്ങനെ നമ്മൾ മെറ്റൽ കോപ്പറിനെ എന്ത് ചെയ്തെടുത്തു? എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. ഒന്നുകൂടെ നോക്കാം. കോപ്പർ എന്ന് പറയുന്നത് പ്രകൃതിയിൽ കിട്ടുന്നത് കോപ്പർ പൈറേറ്റിൻ്റെയും കോപ്പർ ഗ്ലാൻസിൻ്റെയും രൂപത്തിലാണ്. കോപ്പർ പൈറേറ്റ്സ് CuFeS2, കോപ്പർ ഗ്ലാൻസ് ആണെങ്കിൽ Cu2S. ഇതിന് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. എങ്ങനെ? ഫ്രോത്ത് ഫ്ലോട്ടേഷനിലൂടെ ചെയ്യണം. കാരണം രണ്ടിടത്തും ആരുണ്ട്? സൾഫൈഡ് ഉണ്ട്. അങ്ങനെ കിട്ടിയ ആളിൽ നിന്ന് നമുക്ക് കോപ്പറിനെ എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് നമുക്ക് മാറ്റണം. അപ്പോൾ ഇവിടുത്തെ ഇമ്പ്യൂരിറ്റി ആരാണ്? അയൺ ഓക്സൈഡ് ആണ് ഇവിടെയുള്ള ഇമ്പ്യൂരിറ്റി. അയണിൻ്റെ ഓക്സൈഡ് ആണ് ഇമ്പ്യൂരിറ്റി. അപ്പോൾ ഈ അയൺ ഓക്സൈഡിനെ മാറ്റാനായിട്ട് നമ്മൾ അയൺ ഓക്സൈഡ് ബേസിക് ആണ്. അപ്പോൾ അസിഡിക് ആയിട്ടുള്ള സിലിക്ക കൊണ്ട് അല്ലെങ്കിൽ സാൻഡ് കൊണ്ട്, സിലിക്ക ഡയോക്സൈഡ് അല്ലെങ്കിൽ സാൻഡ് കൊണ്ട് നമ്മൾ റിയാക്ട് ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? കുപ്രസ് സൾഫൈഡ് കിട്ടും. ഈ കുപ്രസ് സൾഫൈഡിൽ നിന്ന് നമുക്ക് എന്ത് മാറ്റണം? സൾഫറിനെ മാറ്റണം. അപ്പോൾ നമുക്ക് അതിന് ആദ്യം ഓക്സിഡൈസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഓക്സിജനെ കടത്തി വിടുമ്പോഴത്തേക്കും അത് Cu2O ആയിട്ട് മാറും. പിന്നെ നമ്മൾ സാധാരണ ചെയ്യേണ്ടത് ഒരു റെഡ്യൂസിങ് ഏജൻറ്റിനെ ഉപയോഗിക്കുകയാണ്. ഇവിടെ നമുക്ക് റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ Cu2Sഉം Cu2Oയും നിൽക്കുമ്പോഴത്തേക്കും ഈ ഓക്സിജനെ ആര് കൊണ്ടുപോയിക്കോളും? സൾഫർ കൊണ്ടുപോയിട്ട് സൾഫർ ഡയോക്സൈഡ് ആയിട്ട് മാറിക്കോളും. സോ ബാക്കി വരുന്ന 2, 2, 4, 4, 2, 6 കോപ്പർ നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. ഓക്കെ, ഇങ്ങനെ കിട്ടുന്ന കോപ്പർ ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഉരുക്കി ചൂടാക്കിയിട്ട് ചെറിയ ചെറിയ പാത്രങ്ങളിലോട്ട് ഈ പറയുന്ന ആളെ ഒഴിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഈ SO2 ഉണ്ടല്ലോ, സൾഫർ ഡയോക്സൈഡ്, അതിങ്ങനെ നമ്മളെ പാലിലൊക്കെ പത വന്നിങ്ങനെ പൊങ്ങത്തില്ലേ? അല്ലെങ്കിൽ പത വന്ന് പൊങ്ങുന്ന, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്ത് പറയാൻ പറ്റും? നിങ്ങൾ പായസം ഉണ്ടാക്കുന്നു വിചാരിക്കുക. അല്ലെ, ഈ പായസം ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോൾ പായസത്തിൽ ഇങ്ങനെ തിള വരും അല്ലേ? തിളയ്ക്കും. അപ്പോൾ തിളയ്ക്കുമ്പോൾ എന്താണ്? ഇങ്ങനെ ബബിൾസ് സർഫസ് വന്നിങ്ങനെ പൊട്ടിപ്പോവും. അപ്പോൾ എന്ത് പറ്റും? ബ്ലിസ്റ്റർ പോലൊരു ഭാഗം കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നമുക്ക് ചൂടടിച്ച് പൊള്ളുന്ന പോലൊരു ഭാഗം കാണാൻ പറ്റും. അങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മളിതിനെ ബ്ലിസ്റ്റർ കോപ്പർ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ സർഫസിനകത്ത് ചെറിയ കുമിളകൾ വന്ന് പൊട്ടി പോകുന്നതുകൊണ്ട് നമ്മളതിനെ എന്ത് വിളിക്കും? ബ്ലിസ്റ്റർ കോപ്പർ എന്ന് വിളിക്കും. തീർന്നു. അപ്പോൾ എന്താ ബ്ലിസ്റ്റർ കോപ്പർ എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ്? സൾഫർ ഡയോക്സൈഡ് അല്ലേ എന്ത് ചെയ്യും? ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് the production of the copper is released when the metal condenses. As a result, blisters are formed and they appear as such on the surface of the copper lumps. അതുകൊണ്ട് ഇവിടെ സർഫസിൽ ഇങ്ങനെ കുമിളകൾ പോലെ കാണും. അതുകൊണ്ട് നമ്മൾ അതിനെ ബ്ലിസ്റ്റർ കോപ്പർ എന്ന് വിളിക്കും. അപ്പോൾ ബ്ലിസ്റ്റർ കോപ്പർ കിട്ടി. പക്ഷേ നമുക്കിനി എന്ത് ചെയ്യണം? അതിനെ പ്യൂരിഫൈ ചെയ്യണം. അപ്പോൾ കോപ്പർ പോലെ ഒരു മെറ്റലിനെ പ്യൂരിഫൈ ചെയ്യാൻ എന്ത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഇലക്ട്രോളിസിസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോളിസിസിലോട്ട് പോകാമല്ലോ. അപ്പോൾ അതിന് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ, കോപ്പറിൻ്റെ ഓറുകളാണ് കോപ്പർ പൈറേറ്റ്സും കോപ്പർ ഗ്ലാൻസും. അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഉപയോഗിച്ചിട്ടാണ്. അതിൽ കാണുന്ന ഇമ്പ്യൂരിറ്റി അയൺ ഓക്സൈഡ് ആണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് അസിഡിക് ഫ്ലക്സ് ആയ സിലിക്കയാണ് അല്ലെങ്കിൽ സാൻഡാണ്. അത് FeOയെ സ്ലാഗ് എന്ന രൂപത്തിൽ റിമൂവ് ചെയ്യും. പിന്നെ ബാക്കിയുള്ളത് എന്താ? Cu2S ആണ്. ഈ Cu2Sനെ നമ്മൾ എന്ത് ചെയ്യും? ഓക്സിജൻ കടത്തി വിടുമ്പോൾ Cu2O ആക്കി മാറ്റും. അടുത്ത് നമ്മൾ ഈ പറയുന്ന റെഡ്യൂസിങ് ഏജൻറ്റിനെ ആഡ് ചെയ്യുന്നതിന് പകരം Cu2Oയും Cu2Sഉം പരസ്പരം റിയാക്ട് ചെയ്തിട്ട് സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുകയും പകരം ഈ പറയുന്ന 6 കോപ്പർ പുറത്തു വരികയും ചെയ്യും. ആ വരുന്ന കോപ്പറുകൾ നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചു വയ്ക്കുന്ന സമയത്ത് കിട്ടുന്ന ഈ പറയുന്ന സൊല്യൂഷനെ നമ്മൾ Cu2Oയും Cu2Sഉം കൂടെ നമ്മളൊരു മിക്സ് ചെയ്ത സാധനം നമ്മൾ മോൾഡിൽ ഒഴിച്ചു വയ്ക്കുമ്പോഴത്തേക്കും സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് എസ്കേപ്പ് ആകുമ്പോൾ അവിടെ ബ്ലിസ്റ്ററുകൾ ഫോം ചെയ്യുന്നതുകൊണ്ട് ആ കിട്ടുന്ന കോപ്പറിനെ നമ്മൾ ബ്ലിസ്റ്റർ കോപ്പർ എന്നും വിളിക്കും. തീർന്നു. ഇനി എക്സ്ട്രാക്ട് ചെയ്തു, അതിനെ പ്യൂരിഫൈ ചെയ്യണ്ടേ? പ്യൂരിഫിക്കേഷൻ സിമ്പിളാണ്. നമ്മളെന്താണ്? നമ്മുടെ ഇലക്ട്രോളിറ്റിക്സ് എല്ലാം ആലോചിച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പറിനെ എന്തായിട്ട് എടുക്കും? ആനോഡായിട്ട് എടുക്കും. ഒരു പ്യുവർ കോപ്പറിൻ്റെ ചെറിയ ഭാഗത്തിന് നമ്മൾ എന്തായിട്ട് എടുക്കും? കാഥോഡായിട്ട് എടുക്കും. എന്നിട്ട് ഇവിടെ പോസിറ്റീവ് ടെർമിനൽ കൊടുക്കും, ഇവിടെ നെഗറ്റീവ് ടെർമിനലും കൊടുക്കും. എന്ത് പറ്റും? ഈ പറയുന്ന കോപ്പറിൽ നിന്നും കോപ്പർ ഇവിടെ എന്ത് നടക്കും? ഈ പറയുന്ന കോപ്പർ Cu2+ +2 ഇലക്ട്രോൺസ് ആയിട്ട് മാറിയിട്ട് ഈ കോപ്പർ ഈ പറയുന്ന സോളിഡായ കോപ്പർ എന്തായിട്ട് മാറും? അക്വസ് കോപ്പർ Cu2+ അയോണുകളായിട്ട് മാറും. അടുത്ത് ഈ സൊല്യൂഷനിൽ കാണുന്ന Cu2+ അയോൺ, സൊല്യൂഷനിൽ കിടക്കുന്ന Cu2+ അയോൺ ആരുടെ അടുത്തെത്തും? കാഥോഡിൻ്റെ അടുത്ത് എത്തും. എന്നിട്ട് എന്ത് പറ്റും? ഈ Cu2+ 2 ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് Cu ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഇമ്പ്യൂരിറ്റീസ് റിയാക്ട് ചെയ്യാതെ താഴെ വന്ന് കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് സംഭവം. നമ്മളിവിടെ പഠിച്ചു. നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിങ്ങിലും ഒക്കെ പഠിച്ച സാധനം തന്നെയാണ്. അതുകൊണ്ട് അതിനകത്ത് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല അല്ലേ. അപ്പോൾ ഒന്നുകൂടെ നമ്മളൊരു ബീക്കർ എടുക്കുന്നു. അതിൽ ഇംപ്യൂർ ആയിട്ടുള്ള ആളിനെ നമ്മൾ എടുക്കുന്നത് എന്തായിട്ടാണ്? ആനോഡായിട്ടാണ്. നമ്മൾ പ്യുവർ ആയിട്ടുള്ള ആളെടുക്കുന്നത് എന്തിലോട്ടാണ്? കാഥോഡായിട്ടാണ്. ഇവിടെ പോസിറ്റീവ് ടെർമിനൽ, ഇവിടെ നെഗറ്റീവ് ടെർമിനൽ. റിയാക്ഷൻ തുടങ്ങുമ്പോഴത്തേക്കും ഇവിടെയുള്ള കോപ്പർ, ഇവിടെയുള്ള സോളിഡായിട്ടുള്ള കോപ്പർ എന്ത് ചെയ്യും? സോളിഡായിട്ടുള്ള കോപ്പർ എന്തായിട്ട് മാറും? Cu2+ഉം +2 ഇലക്ട്രോൺസും ആയിട്ട് മാറിയിട്ട് അത് സൊല്യൂഷനിലെ Cu2+ ആയിട്ട് മാറും.
ഇങ്ങനെ സൊല്യൂഷനിൽ കോപ്പർ സൾഫേറ്റ് ആണ് നമ്മൾ സൊല്യൂഷനായിട്ട് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് CuSO4 ആണ് കേട്ടോ. കോപ്പർ സൾഫേറ്റ് ആണ് ഉപയോഗിക്കുന്നത് എപ്പോഴും. നീല നിറം കണ്ടോ, നീല നിറം. ഓക്കെ, ഈ കോപ്പർ അയോൺസ് പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, ഈ പറയുന്ന കാഥോഡിലോട്ട് ചേർന്നിട്ട് Cu2+ 2 ഇലക്ട്രോൺസിനെ വാങ്ങിച്ചിട്ട് Cu സോളിഡ് ആയിട്ട് മാറും. ഇവിടെ അക്വസ് ആണ്. ഓക്കെ, ഇതാണ് സംഭവം. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് കാഥോഡിൽ നിന്ന് പ്യുവർ കോപ്പർ കിട്ടും. 99.9% പ്യുവർ കോപ്പർ നമുക്ക് ആവശ്യമാണ് ഇലക്ട്രിക്കൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കിട്ടുന്ന എന്തിലൂടെയാണ്? ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്ങിലൂടെയാണ്. അവിടെ ആനോഡ് എന്ന് പറയുന്ന ആരാണ്? ആനോഡ് എന്ന് പറയുന്നത് ഇംപ്യുവർ ആയിട്ടുള്ള കോപ്പർ. ഓക്കെ, കാഥോഡ് എന്ന് പറയുന്ന ആരാണ്? അത് പ്യുവർ ആയിട്ടുള്ള കോപ്പർ. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ ആനോഡ് എന്താണ്? Cu സോളിഡ് എന്തായിട്ട് മാറും? Cu2+ 2 ഇലക്ട്രോൺ അക്വസ് ആയിട്ട് മാറും. കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ കാഥോഡ് എന്തായിരിക്കും? Cu അക്വസ് എന്ന് പറയുന്ന അല്ലേ, അക്വസ് എന്ന് പറയുന്ന Cu2+ 2 ഇലക്ട്രോൺസിനെ വാങ്ങിച്ചിട്ട് Cu സോളിഡ് ആയിട്ട് മാറും. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കോപ്പറിൻ്റെ 2 കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോപ്പർ എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്? കോപ്പറിൻ്റെ അലോയി എന്ന് പറയുന്നത് നോക്കിക്കോ, ബ്രാസും ബ്രോൺസും കോപ്പറിൻ്റെ അലോയി ആണ്. ബ്രോൺസിൽ Z ഉണ്ട്, സോ ഉറപ്പായിട്ടും ഇവിടെ Z വരില്ല എന്ന് ഓർത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അതായത് ബ്രോൺസ് എന്ന് പറഞ്ഞാൽ കോപ്പറും ടിന്നുമാണ്, ബ്രാസ് ആണ് കോപ്പറും സിങ്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കുക. ബ്രാസ് കോപ്പറും സിങ്കും ചേർന്നുണ്ടാകുന്നു, ബ്രോൺസ് കോപ്പറും ടിന്നും ചേർന്ന് ഉണ്ടാകുന്നു. അങ്ങനെ നമുക്ക് ശുദ്ധമായ എന്ത് കിട്ടി? കോപ്പർ കിട്ടി. ശുദ്ധമായ എന്ത് കിട്ടി? കോപ്പർ കിട്ടി. ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോകാമല്ലോ. അടുത്ത് വരുന്ന ഇതാണ് എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയമാണ്. അപ്പോൾ അവിടെയും നമ്മൾ മാറ്റമൊന്നുമില്ല. ആദ്യം അലുമിനിയത്തിൻ്റെ ഓർ ഏതെന്ന് മനസ്സിലാക്കണം. അതെടുത്ത് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട മെത്തേഡ് ഏതാണെന്ന് ആലോചിക്കണം. അടുത്ത് എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നതെന്ന് ആലോചിക്കണം. അടുത്ത് എങ്ങനെയാണ് അതിനെ പ്യൂരിഫൈ ചെയ്യുന്നതെന്ന് ആലോചിക്കണം. ഈ 4 ചോദ്യത്തിന് ഉത്തരമാണ് നമുക്ക് ആവശ്യം. നമ്മൾ നോക്കാം. കോപ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർ ഏതാണ്? അത് ബോക്സൈറ്റ് ആണെന്ന് നമുക്ക് വളരെ മുന്നേ തന്നെ അറിയാം അല്ലേ? അപ്പോൾ കോപ്പറിൻ്റെ ഓർ എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. അപ്പം ബോക്സൈറ്റിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്? Al2O3 2H2O ആണ് നമ്മുടെ ബോക്സൈറ്റിൻ്റെ O അല്ലേ? എന്താണ് കെമിക്കൽ ഫോർമുല എന്ന് വെച്ചാൽ അലുമിനിയത്തിൻ്റെ ഓക്സൈഡാണ്. പിന്നെ 2 വാട്ടർ മോളിക്യൂളും കൂടെ അതിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഓർ കിട്ടി ബോക്സൈറ്റ്. അപ്പോൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം, എക്സ്ട്രാക്ട് ചെയ്യണം, പ്യൂരിഫൈ ചെയ്യണം. അപ്പോൾ നോക്കിയേ, പല മെത്തേഡിലൂടെ നമുക്കത് ചെയ്യാം. എങ്കിലും ഇന്ന് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഹാൾ ഹെറോൾട്ട് പ്രോസസ്സാണ്. എന്താണ്? ഹാൾ ഹെറോൾട്ട് പ്രോസസ്സാണ്. ഈ കാണുന്ന ചാൾസ് മാർട്ടിൻ ഹാളും പോൾ ഹെറോൾട്ടും കൂടിയിട്ട് 1866 വികസിപ്പിച്ചെടുത്ത മെത്തേഡാണ്. കാരണം അതിനു മുന്നേ അവർ ഈ അലുമിനിയം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ചിലവേറിയ ബുദ്ധിമുട്ടുള്ള പ്രോസസ്സാണ്. എന്നാൽ ഇവർ വളരെ സിമ്പിൾ മെത്തേഡിലൂടെ എന്ത് ചെയ്തു? ഇത് കണ്ടെത്താനായിട്ട് പഠിപ്പിച്ചു. ആ മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട പോയിന്റ് അലൂമിനിയം. അപ്പോൾ അലൂമിനിയം റിഫൈനിങ്ങും പ്രോസസ്സൊക്കെ അറിയാമല്ലോ. ഞാൻ ടേബിൾ പറഞ്ഞ കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം. അലൂമിനിയത്തിൻ്റെ ഓർ ആര്? ബോക്സൈറ്റ്. Al2O3 2H2O Al2O3 2H2O പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതിനെ എന്ത് ചെയ്യണം? രണ്ടാമത്തെ മെത്തേഡ് കോൺസെൻട്രേഷൻ ആണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ബോക്സൈറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലീച്ചിങ്ങിലൂടെയാണെന്ന് നമ്മൾ മുന്നേ പഠിച്ചു. എന്ന് വെച്ചാൽ എന്താണ്? ഒരു സോൾവെൻറ്റിൽ ഇതിനെ ലയിപ്പിക്കും, ഇതിനെ അലിയിക്കും, എന്നിട്ടാണ് മാറ്റിയെടുക്കുന്നത്. ലീച്ചിങ് നമ്മൾ മുന്നേ പഠിച്ച കാര്യമാണ്. അപ്പോൾ ലീച്ചിങ്ങിലൂടെ നമ്മൾ ഈ പറയുന്ന അലുമിനിയത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് പ്യൂരിഫൈ ചെയ്യുന്ന മെത്തേഡ് മൊത്തത്തിൽ ഹാൾ ഹെറോൾട്ട് പ്രോസസ്സ് എന്നാണ് വിളിക്കുന്നത്. ഇതിന് 2 സ്റ്റേജസ് ആണ് ഉള്ളത്. ഒന്ന് ബോക്സൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, 2 അതിനെ ഇലക്ട്രോളിസിസിലൂടെ പ്യൂരിഫൈ ചെയ്യുക. അപ്പോൾ കോൺസെൻട്രേഷൻ എന്തോ ഇത്ര പ്രത്യേകത? കാരണം ഇവിടെ കുറച്ചധികം പ്രോസസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അലിയിക്കണം. നമ്മൾ ഇതുവരെ പറഞ്ഞതിനകത്തൊക്കെ എന്താണ്? റെഡ്യൂസ് ചെയ്യുക അല്ല അങ്ങനത്തെ പരിപാടികളായിരുന്നു. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ ഉണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. ബോക്സൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? NaOH ട്രീറ്റ് ചെയ്യും. ബോക്സൈറ്റിനെ നമ്മൾ ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് NaOH ട്രീറ്റ് ചെയ്തിട്ട് സോഡിയം അലൂമിനേറ്റ് ഉണ്ടാക്കും. ഈ സോഡിയം അലൂമിനേറ്റിനോട്ട് നമ്മൾ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഡൈല്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? AlOH3 എന്ന് പറയുന്ന സാധനം പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിട്ടും. ഈ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിട്ടുന്ന ആൾ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കുമാണ് നമുക്ക് അൺഹൈഡ്രസ് അലൂമിനിയം കിട്ടുന്നത്. ഈ അലൂമിനിയം നമ്മൾ വീണ്ടും ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അയ്യോ ഇത് ഒരുപാടുണ്ടല്ലോ എന്നൊക്കെ തോന്നും. അത്രയ്ക്കൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോ. ഫസ്റ്റ് പ്രോസസ്സ് Al2O3 2H2. അപ്പോൾ ഇതിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുക, മെറ്റലിൻ്റെ കണ്ടൻറ്റ് കൂട്ടുക എന്നുള്ളതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ലീച്ചിങ് മെത്തേഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലീച്ചിങ്ങിന് വേണ്ടി നമ്മൾ എന്ത് സൊല്യൂഷനാണ് ഉപയോഗിക്കുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ട്രീറ്റഡ് വിത്ത് ഹോട്ട് കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കടാ, Al2O3 2H2O നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്?
NaOH എന്ത് ചെയ്യണം, റിയാക്ട് ചെയ്യിക്കുകയാണ്. അപ്പോൾ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. ഈ അലൂമിനിയത്തിൽ നിന്ന് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അലുമിനിയം കുറയും. എന്നിട്ട് അവിടെ ആര് വരും, സോഡിയം വരും. അപ്പോൾ NaAlO2 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ 2 ഇട്ട് കൊടുത്ത് ബാലൻസ് ചെയ്യുക. പിന്നെ എന്തുണ്ടാവും, 3H2O നമുക്കിവിടെ കിട്ടും. ഇവൻ്റെ പേരാണ് എന്ത്, സോഡിയം അലുമിനേറ്റ്. NaAlO2 സോഡിയം അലുമിനേറ്റ്. ഈ സോഡിയം അലുമിനേറ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും, AlOH3. അപ്പോൾ നമ്മൾ ആരെ ആഡ് ചെയ്യും, അലൂമിനിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ OH അല്ലേ, ട്രൈസ്. ഇവനെ നമ്മൾ സത്യത്തിൽ ഇതിനെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല, ഇതിനെ സീഡ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പറയുന്ന NaAlO2 ഇവൻ അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ ഇവന് കുറച്ച് AlOH ട്വൈസും കിട്ടി. നമ്മളതിനെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ടും കൂടി ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു റിയാക്ഷൻ തുടങ്ങാൻ കാത്തിരിക്കും നമ്മൾ പറയത്തില്ല, തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പൊക്കോളും. പക്ഷെ തുടങ്ങി കൊടുക്കണം. ആ തുടക്കം ഇട്ട് കൊടുക്കാനാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്, അലുമിനിയം ഹൈഡ്രോക്സൈഡിനെ ആഡ് ചെയ്യുന്നു. ഒരു അല്പം അലുമിനിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ ഇട്ടിട്ട് നമ്മൾ ഈ പറയുന്ന NaAlO2 വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ വിഗറസായിട്ട് ഇങ്ങനെ ഇറക്കുന്ന സമയത്ത് എന്ത് പറ്റും, കൂടുതൽ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകും. അതായത് ഈ പറയുന്ന NaAlO2 വെള്ളവുമായിട്ട് ചേർന്നിട്ട് ഒരല്പം സീഡായിട്ട് ഇവനെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് പറ്റും, കൂടുതൽ AlOH ട്രൈസ് ഉണ്ടാവുകയും പ്ലസ് NaOH ആവുകയും ചെയ്യും. ഈ AlOH ട്രൈസ് ഇവനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഹീറ്റ് ചെയ്യും സ്ട്രോങ് ആയിട്ട്. അതായത് അതിനകത്തുള്ള വെള്ളം, ഈ പറയുന്ന AlOH ട്രൈസിൽ ഒരു വെള്ളം മാറി കിട്ടണം, OH മാറി കിട്ടണം. അപ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇതിൽ OH പോയിട്ട് O മാത്രമാവും. അപ്പോൾ Al2O3 എന്ത് കിട്ടും, 3H2O കിട്ടും. എന്ത് കിട്ടും, Al2O3 3H2O കിട്ടും. ഇച്ചിരി പാടാണ്, 1-2 തവണ റിപ്പീറ്റ് ചെയ്ത് തരാം, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കിട്ടുന്ന ഇവനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അലുമിന എന്ന് വിളിക്കുന്നത്. അലുമിനിയം ആയിട്ടില്ല, അലുമിന ആയതേ ഉള്ളൂ. ഈ അലുമിനിയം അടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രോളിസിന് വിധേയമാക്കുമ്പോഴാണ് നമുക്ക് പ്യുവർ അലുമിനിയം കിട്ടുന്നത്. അപ്പോൾ ഒന്നുകൂടി കാര്യങ്ങൾ പറയുകയാണേ. അപ്പോൾ നമുക്ക് അലുമിനിയം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് കിട്ടുന്നത്, ബോക്സൈറ്റിൽ നിന്നാണ് കിട്ടുന്നത്. അതിൻ്റെ പേരെന്താണ്, Al2O3 2H2O. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കതിനെ അല്ലേ അവൻ എങ്ങനെ മാറ്റണം, ഓക്സിജൻ ഉള്ള ആളായിട്ട് മാറ്റണം അല്ലേ. നമുക്കതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ലീച്ചിങ്. അപ്പോൾ ലീച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന Al2O3 2H2O ഞാൻ പലതവണ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയാണ്, നമ്മൾ കോൺസെൻട്രേറ്റഡ് NaOH റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന NaAl ചേർന്നിട്ട് 2NaAlO2 ആയിട്ട് മാറും. ആ 2 അവിടെ പറയുന്നെങ്കിൽ NaAlO2 ആയിട്ട് മാറും. ഓക്കെ, സോഡിയം അലുമിനേറ്റ് അല്ലേ, സോഡിയം അലുമിനേറ്റ് പ്ലസ് എന്താണ് 3H2O നമുക്ക് കിട്ടും. ഇവനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവനെ നമുക്ക് എന്ത് ചെയ്യണം, ഓക്സൈഡിലോട്ട് മാറ്റണം. സോ NaAlO2. ഈ NaAlO2നോടൊപ്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും, നമ്മൾ അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ ആഡ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഇത് ആഡ് ചെയ്തു എന്ന് പറയണ്ട, കാരണം എന്താ, ഒരു വളരെ ചെറിയ എമൗണ്ടിൽ നമ്മൾ കൊടുക്കുകയുള്ളൂ. അതായത് നമ്മൾ ഇതിലൊരു 1-2 ഡ്രോപ്പ് ഈ NaAlO2 ആഡ് ചെയ്ത് കൊടുക്കും സീഡായിട്ട്. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും, വെള്ളവുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ധാരാളം ഈ പറയുന്ന AlOH ട്രൈസ് കിട്ടും. ഓക്കെ, പ്ലസ് NaOH കിട്ടും. ഈ AlOH ട്രൈസ് ഉണ്ടല്ലോ, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, ഈ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഹീറ്റാക്കുന്ന സമയത്ത് ഈ പറയുന്ന AlOH ട്രൈസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, വെള്ളം നഷ്ടപ്പെട്ടിട്ടുള്ള Al2O3 3H2O ആയിട്ട് മാറും. ഈ പറയുന്ന ആളുടെ പേരാണ് അലൂമിന. ഇവരെ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത് ഇലക്ട്രോളിസിസ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഇലക്ട്രോളിസിസ് ചെയ്യുന്നത്, മെത്തേഡ്സ് അറിയാമല്ലോ. ഫസ്റ്റ് മെത്തേഡാണ് കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ്. എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യും, ആദ്യം നമ്മൾ അലൂമിനിയം അല്ലെങ്കിൽ ബോക്സൈറ്റിനെ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സോഡിയം അലുമിനേറ്റ് കിട്ടും. ഓക്കെ, എന്ത് കിട്ടും, സോഡിയം അലുമിനേറ്റ് കിട്ടും. ഈ സോഡിയം അലുമിനേറ്റിലേക്ക് 1-2 തുള്ളി നമ്മൾ ഈ പറയുന്ന ഡൈല്യൂട്ടഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മളതിനെ വെള്ളവുമായിട്ട് ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, AlOH ട്രൈസ് കിട്ടും. അതിനെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും വെള്ളം നഷ്ടപ്പെട്ട് Al2O3 കിട്ടും. ഈ Al2O3 ആണ് നമ്മുടെ അടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇലക്ട്രോളിറ്റിക് റിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ബീക്കറിലോട്ട് നോക്കാം. സോ നമുക്ക് സാധാരണഗതിയിൽ നമ്മളൊരു പാത്രം എടുക്കുന്നു, അതിലൊരു ആനോഡ് ഒരു കാഥോഡ് ഇട്ട് കൊടുക്കും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ഇവിടെ ഒരു കാർബൺ ലൈനിങ് കൊടുക്കാൻ പോവുകയാണ്. എന്ത് കൊടുക്കാൻ പോവുകയാണ്, കാർബണിൻ്റെ ഒരു ലൈനിങ് കൊടുക്കാൻ പോവുകയാണ്. ഈ കാർബൺ ലൈനിങ് എന്ന് പറയുന്നതാണ് നമ്മളിവിടുത്തെ എന്തെന്ന് പറയുന്നത്, കാഥോഡ് എന്ന് പറയുന്നത്. അടുത്ത് അപ്പോൾ നെഗറ്റീവ് ടെർമിനലാണെന്ന് അറിയാമല്ലോ. ഇനി ഇവിടെ കാർബണിൻ്റെ തന്നെ നമ്മൾ എന്ത് ചെയ്തേക്കും,
ഇങ്ങനെ സ്റ്റിക്കുകൾ വെച്ചേക്കും. ഇതാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, ആനോഡ് എന്ന് പറയുന്നത്. രണ്ടും കാർബൺ തന്നെയാണ്. അപ്പോൾ കാർബൺ റോഡാണ് ആനോഡ്, കാർബൺ തന്നെയാണ് ഇവിടുത്തെ എന്ത് കാഥോഡ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇവിടെ നമ്മൾ പോസിറ്റീവ് ടെർമിനൽ കൊടുക്കും, ഇവിടെ നമ്മൾ നെഗറ്റീവ് ടെർമിനലും കൊടുക്കും. എന്നിട്ട് ഇവിടത്തേക്ക് നമ്മൾ ആരെയാണ് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അലുമിനിയം ഓക്സൈഡിന് ഡയറക്റ്റായിട്ട് ഇടത്തില്ല. അതിനോടൊപ്പം നമ്മൾ മറ്റൊരാളെയും കൂടി ആഡ് ചെയ്യും. അവൻ്റെ പേരാണ് ക്രയോലൈറ്റ്. ഓക്കെ, ടെട്രാ ഫ്ലൂറോ സോഡിയം അലുമിനേറ്റ് എന്ന് പറയുന്ന ക്രയോലൈറ്റ് Na3Al(F6) ടെട്ര അല്ലല്ലോ, ഹെക്സ മാറിപ്പോൾ. ഓക്കെ, അപ്പോൾ ഇല്ലാത്ത വലിയ ബുദ്ധിമുട്ടുള്ള പേരൊന്നും പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. എന്താണ്, ക്രയോലൈറ്റിനെ ആഡ് ചെയ്ത് കൊടുക്കും. ക്രയോലൈറ്റിനെ ആഡ് ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല, ഈ അലൂമിനിയം എന്ന് പറയുന്നത് എന്താണ്, ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ അതിന് മെൽറ്റിംഗ് പോയിൻ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ക്രയോലൈറ്റിനെ ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് Al2O3 നമ്മൾ ക്രയോലൈറ്റ് ആഡ് ചെയ്തിട്ട് രണ്ടിനെയും കൂടി സൊല്യൂഷനിൽ ഇടും. കറണ്ട് കൊടുക്കും. എന്ത് പറ്റും, ഇലക്ട്രോളിസിസ് അല്ലേ. അപ്പോൾ എന്ത് പറ്റും, സ്പ്ലിറ്റിംഗ് നടക്കും. എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന Al2O3 ഉണ്ടല്ലോ, സ്പ്ലിറ്റായിട്ട് Al3+ പ്ലസ് എന്താണ് O2- മാറും. അപ്പോൾ Al എത്ര, 2O എത്ര, 3. അപ്പോൾ 2Al3+ 3O2 ആയിട്ട് മാറും. അടുത്ത് ഈ പറയുന്ന Al3+ എന്ത് ചെയ്യും, ഇത് കാഥോഡിലോട്ട് പോകും. പറയാലോ, കാഥോഡിൽ പോയിട്ട് എന്ത് പറ്റും, അലൂമിനിയം 3+ എന്ത് പറ്റും, 3 ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് അലൂമിനിയം മെറ്റലായിട്ട് മാറും. അടുത്ത് ആനോഡിൽ എന്ത് നടക്കും, ആനോഡിലാണെങ്കിൽ ഈ പറയുന്ന O2- പോവും. എന്നിട്ട് എന്ത് ചെയ്യും, 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തിട്ട് O2 ആയിട്ട് മാറും. +2 ഇലക്ട്രോൺസ്, ഇവിടെ 2 ഉള്ളത് കൊണ്ട് നമ്മളിവിടെ എത്രയാക്കും, 4 ഇലക്ട്രോൺ ആയിട്ട് മാറും. അങ്ങനെ 4 ഇലക്ട്രോൺസ് കിട്ടും. ഈ ഓക്സിജൻ ഗ്യാസ് ഇവിടെ നിന്നാണ് ഉണ്ടാകുന്നത്, കാഥോഡിൻ്റെ അവിടെ, ആനോഡിൻ്റെ അവിടെ നിന്നല്ല ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പറയുന്ന ഓക്സിജൻ ഗ്യാസ് എന്ത് പറ്റും, ഈ കാർബണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ മോണോക്സൈഡും അത് കഴിഞ്ഞിട്ട് കാർബൺ ഡയോക്സൈഡ് ഗ്യാസും എന്ത് ചെയ്യും, ഫോം ചെയ്യിക്കും. ഈ പറയുന്ന കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് എന്ത് പറ്റും, ബബിൾ ചെയ്ത് പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആനോഡിൽ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഏതെന്ന് ചോദിച്ചാൽ ഓക്സിജൻ ആദ്യം ഉണ്ടാകും, അത് കാർബണുമായിട്ട് റിയാക്ട് ചെയ്ത് CO2 ആയിട്ട് എന്ത് ചെയ്യും, ലിബറേറ്റ് ചെയ്ത് പോകും. അങ്ങനെ പോകുമ്പോൾ എന്ത് പറ്റും, കുറേ കാർബൺ എടുത്തുകൊണ്ടല്ലേ പോകുന്നത്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബണെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ്, ഈ പറയുന്ന ഇവിടെ ഉണ്ടാകുന്ന ഓക്സിജൻ ഉണ്ടല്ലോ, ഈ ഓക്സിജൻ കാർബണുമായിട്ട് ചേർന്നിട്ടാണ് CO2 ആയിട്ട് മാറുന്നത്. അപ്പോൾ കാർബൺ നഷ്ടപ്പെടുകയല്ലേ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇവനെ റീപ്ലേസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇത്രയുള്ള സംഭവം. നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഈ പറയുന്ന അലുമിനിയം കിട്ടും. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് തൊട്ട് മുന്നേ കോൺസെൻട്രേഷൻ മെത്തേഡ് വഴി നമുക്ക് എന്ത് കിട്ടി, Al2O3 കിട്ടി. ഈ Al2O3 പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഈ പറയുന്ന Na3Al(F6) എന്ന ക്രയോലൈറ്റ് ആഡ് ചെയ്യും. ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത് അലുമിനിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാനും അതുപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുമാണ്. അങ്ങനെ കിട്ടുന്ന സാധനത്തിൽ നമ്മളൊരു ബീക്കറിൽ എടുക്കും. എന്നിട്ട് നമുക്ക് കാർബൺ ഇവിടെ എടുത്തിട്ട് അതിനെ പോസിറ്റീവ് ആക്കും. അപ്പോൾ അതാണ് ആനോഡ്. കാർബൺ തന്നെ ഒരു ലൈനിങ് ആയിട്ട് കൊടുക്കും, അതാണ് നെഗറ്റീവ് ടെർമിനൽ കൊടുക്കുന്ന കാഥോഡ്. അപ്പോൾ എന്ത് പറ്റും, ഇവൻ റിയാക്ട് ചെയ്യും. ഇവൻ റിയാക്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറും, Al3+ അതുപോലെ എന്താണ് O2- മാറും. ഈ Al3+ എവിടോട്ട് പോവും, കാഥോഡിലോട്ട് പോയിട്ട് Al മെറ്റലായിട്ടും ഈ O2- ആനോഡിൽ പോയിട്ട് O2 ഗ്യാസ് ആയിട്ട് മാറും. ആ O2 ഗ്യാസ് ഇവിടെ നിന്ന് ബബിൾ ചെയ്ത് പോകുന്ന വഴിക്ക് ഇവിടെയുള്ള കാർബണയും കൂടി എടുത്തിട്ട് CO2 ആയിട്ടാണ് പുറത്തോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്കിവിടെ കാർബണെ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, പ്യുവർ കാർബൺ കിട്ടും. അപ്പോൾ ആനോഡ് എന്ന് പറഞ്ഞാൽ കാർബൺ, കാഥോഡ് എന്ന് പറഞ്ഞാലും കാർബൺ. ആനോഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കാർബണിൻ്റെ സ്റ്റിക്ക്, കാഥോഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇവിടുത്തെ ലൈനിങ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. കണ്ടോ, കാർബൺ ലൈനിങ് ആണ് കാഥോഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്, ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എടുത്ത സാധനം ഏതാണ്, നമ്മൾ ഈ പറഞ്ഞ Al2O3 അതുപോലെ തന്നെ നമ്മുടെ ക്രയോലൈറ്റും ആണ്. ആനോഡിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആനോഡിൽ ഉണ്ടാകുന്നത് CO2 എന്നോ ഓക്സിജൻ എന്നോ പറയാം. കാഥോഡിൽ ഉണ്ടാകുന്നതാണെങ്കിലോ അലൂമിനിയം മെറ്റലാണ്. റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്ന ഇലക്ട്രോൺസ് തന്നെയാണ്, നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഇലക്ട്രോൺസ് ആണ് അടുത്ത റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. തീർന്നു. അലൂമിനിയത്തിൻ്റെ രണ്ട് അലോയ്സ് ആണ് ഡ്യൂറാലുമിനും അൽനിക്കോയും. ഡ്യൂറാലുമിൻ എന്ന് പറയുന്ന എയർക്രാഫ്റ്റിൻ്റെയൊക്കെ ഭാഗം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അൽനിക്കോ എന്ന് പറയുന്നത് പെർമനൻറ്റ് സ്ട്രോങ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയും പറയുമ്പോഴത്തേക്കും അലൂമിനിയത്തിന് എക്സ്ട്രാക്ഷനും തീർന്നു. അപ്പോൾ അലൂമിനിയത്തിന് നിങ്ങൾ 2-3 തവണ ഒന്ന് എഴുതി പഠിച്ചില്ലെങ്കിൽ ഇത് എന്ത് ചെയ്യും, മറന്നു പോകും. അത്രയ്ക്ക് കുറച്ച് പാടാണ്, 1 സ്റ്റെപ്പ് കൂടുതലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എക്സ്ട്രാക്ഷൻ. ഇനി വരുന്ന കൊറോഷനാണ്, അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കും.